മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെമ്പാടും നിരന്തരം പ്രഭാഷണത്തിന് പോകുന്ന വേളയിൽ ധാരാളം സ്ഥലത്ത് മതപരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, വിവരിക്കാറുണ്ട്. ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് മറുപടിയും പറയാറുണ്ട്. ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ എന്നും സഹിഷ്ണുതയും നന്മ നിറഞ്ഞതെല്ലാം സ്വീകരിക്കാനും കൊടുക്കാനുമുള്ള ചൈതന്യവും നിറഞ്ഞിരിക്കുന്ന ഈ സംസ്കാരത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഈ സംസ്കാരത്തിൽ നിന്നുള്ള നന്മകൾ എന്ന് പറയുന്നതെല്ലാം സ്വീകരിച്ച് അത് പള്ളിയിലും വീടുകളിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും പ്രചരിപ്പിക്കുകയും എല്ലാം ഒരു വശത്ത് ചെയ്യുകയും മറുവശത്ത് അതേ ഹൈന്ദവ ധർമ്മത്തെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തത് ഇവിടെ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും. ഭാരതീയമായ സാംസ്കാരിക മൂല്യങ്ങളെല്ലാം സ്വീകരിക്കുക, എന്നിട്ട് ഭാരതീയമായതിനെ എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി ഭാരതീയരെ മതം മാറ്റുക. ഇത് ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗ്ഗമാണ്. അത് അനുദിനം വർദ്ധിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ള വേളയിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടുത്തെ ബിഷപ്പുമാരും ഇവിടുത്തെ മെത്രാന്മാരും ഇവിടുത്തെ സുവിശേഷകരെന്ന് പറഞ്ഞ് നടക്കുന്നവരും അവർ ഒന്ന് ചിന്തിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മാനവരാശിയുടെ മനസ്സിലുണ്ടാവുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് വിശ്വാസത്തിൻ്റെയും സ്വർഗനരകത്തിൻ്റെയും പേരിൽ കൊടുത്താൽ പോരാ. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയെ പോലും കാണാൻ സാധിക്കാത്തത്. ബൈബിള് നിരോധിക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ കെട്ടുകഥയാണെന്നും യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല, പുനർജനിച്ചു എന്നുള്ളത് വെറും തോന്നലാണെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തെളിയിച്ചത്. ഇങ്ങനെയുള്ള ധാരാളം അസംബന്ധങ്ങൾ ബൈബിളിലുള്ളത് അതെല്ലാം ശാസ്ത്രയുക്തിയ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതീയമായിട്ടുള്ളതിനെ എല്ലാത്തിനെയും സ്വീകരിക്കുകയും ചെയ്യുക, എന്നിട്ട് അതിനെ തന്നെ പുച്ഛിക്കുകയും ചെയ്യുക, ഭാരതീയരെ തന്നെ മതം മാറ്റുകയും ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു പാശ്ചാത്യ മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചില. സത്യത്തിൽ ബൈബിൾ ഒന്ന് വായിച്ചാൽ അതിനകത്ത് സത്യസന്ധമായിട്ടുള്ളതോ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതോ ആയിട്ട് ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കാം. യേശുക്രിസ്തു കുരിശിലേറിയത് മനുഷ്യൻ്റെ പാപം തീർക്കാനാണ് എന്നാ പറയുക ഇവരെല്ലാവരും. ഏത് പാപമാണ് മനുഷ്യൻ ചെയ്തത്? ആദിപാപം എന്ന് ചിലർ പറയുന്നു. എന്താ ഈ ആദിപാപം? ആദിപാപം എന്ന് പറയുന്നത് ഈ ജ്ഞാനക്കനി തിന്ന ആദം ചെയ്ത പാപമാണോ? അങ്ങനെയാണെങ്കിൽ ആദം എന്ന സങ്കല്പമേ അബദ്ധമല്ലേ? BC 4012 ഒക്ടോബർ മാസത്തിലാണ് ആദം ജനിച്ചതെന്നാണ് ഇവർ പറയുന്ന കണക്ക്. എങ്കിൽ 69,000 വർഷം പഴക്കമുള്ള മനുഷ്യ ശരീരവും 2 ലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ തലയോട് ആദ്യത്തേത് ഇറ്റലിയിലും രണ്ടാമത്തേത് മംഗോളിയയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ ആദം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ഡാർവിൻ്റെ തിയറത്തിന് എതിരാണ്. ഒരു മനുഷ്യനെ ദൈവം സുപ്രഭാതത്തിൽ ഉണ്ടാക്കില്ല. അപ്പോൾ ആദം എന്ന സങ്കല്പം തന്നെ ശുദ്ധാബദ്ധം. ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് അവയെ ഉണ്ടാക്കി എന്ന് പറയുന്നു. അത് ഏത് ദൃഷ്ടിപ്രകാരവും ശുദ്ധാബദ്ധമല്ലേ അത്? പിന്നെ ആദവും അവയും ജ്ഞാനക്കനി തിന്നു എന്ന് പറയുന്നു. അതാണ് ആദിപാപമെങ്കിൽ
ഈ സാത്താൻ എന്ന പേരിൽ സർപ്പം വന്ന് മനുഷ്യന് വിവേകം ഉണ്ടാക്കിയതാണോ പാപം? ആ മനുഷ്യന് വിവേകം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും നഗ്നനായിട്ട് നടക്കുമായിരുന്നില്ലേ? മാത്രമല്ല, ഈശ്വരന് മനുഷ്യന് വിവേകം ഉണ്ടാവുന്നതിൽ ഇത്രയും അസൂയയും ധാർഷ്ട്യവും എന്താണ്? ഒന്നാമത്തേത്, ആദത്തിന്റെ കഥ തന്നെ ശുദ്ധ കഥയും അബദ്ധവും. രണ്ട്, ആദവും അവയും പരസ്പരം ജ്ഞാനക്കനി തിന്നത് ദൈവം എതിർക്കുന്നത് അതിനേക്കാളും അബദ്ധം. ആ മനുഷ്യന് വിവേകം ഉണ്ടാവണമെന്ന് തീരുമാനിച്ച സർപ്പത്തിനെ ദൈവം ശപിച്ചത് അതിനേക്കാൾ നീചമായ പ്രവൃത്തി. അത് മാത്രമല്ല, ആ ആദത്തിനും അവയ്ക്കും കായീൻ എന്നൊരു മകനുണ്ടായി. ആ കായീൻ വിവാഹം കഴിച്ചു അത്രേ. എന്നിട്ടാണ് അതിൽ ഹാനോക്ക് ഉണ്ടായത്. ഹാനോക്ക് വിവാഹം കഴിച്ചിട്ടാണ് ഈറാദ് ഉണ്ടായത്. ഈറാദ് വിവാഹം കഴിച്ചതാ മെതുശലയൻ ഉണ്ടായത്. അപ്പൊ ഇവരെല്ലാം വിവാഹം കഴിക്കാൻ പാകത്തിനുള്ള പെണ്ണുങ്ങളെ എവിടെന്നാ കിട്ടിയത്? വേറെ പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഇവര് വിവാഹം കഴിക്കുമായിരുന്നോ? അപ്പോ ആ പെണ്ണുങ്ങൾക്ക് അച്ഛനമ്മമാര് ആദവും അവയുമാണോ? എന്തൊരു അബദ്ധജടിലമായ കഥ! ആ മെഡിക്കൽ സയൻസിന് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഒരു കഥയുണ്ടാക്കി ആ കഥയിലെ ആദവും അവയും ചെയ്ത പാപത്തിന് ഒരു 14,000 വർഷങ്ങൾക്ക് ശേഷം ഒരു കന്യാമറിയത്തിൽ ദൈവം ഗർഭം ഉണ്ടാക്കി. ഈ മെഡിക്കൽ സയൻസ് ലോകത്തിൽ ഇത്രയും പുരോഗമിച്ചിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്യകയായ സ്ത്രീയിൽ ദൈവം ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്നിട്ട് ദൈവം ഗർഭം ഉണ്ടാക്കിയത് എന്തിനാ? ആ കുട്ടി വളർന്ന് 32 വയസ്സാവുമ്പോൾ, യേശുക്രിസ്തു എന്ന വ്യക്തി 32 വയസ്സാവുമ്പോൾ, അതിനേക്കാൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനക്കനി തിന്ന കുറ്റത്തിന്, ആരോ ചെയ്ത കുറ്റത്തിന് ദൈവം ഉണ്ടാക്കിയ കുട്ടിയെ കുരിശിലേറ്റുക. ഇതിൽ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അത് മാത്രമല്ല, ഒരു മനുഷ്യനെ കുരിശിലേറ്റിയതോടുകൂടി മറ്റേ പാപം ഇല്ലാണ്ടാവോ? ഭൂതകാലത്തിലെ ജനങ്ങളും ഭാവി കാലത്തിലെ ജനങ്ങളും ഈ ചെയ്ത പാപം എന്ന് പറയുന്നത് അവരാരും ഇത് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നതിന് പകരം വഴിയെ കൂടെ പോകുന്നവനെ കുരിശിലേറ്റുന്ന ഒരു മതമാണ്. അത് തന്നെയാണ് ബെർണാഡ് ഷാ പറഞ്ഞത് പോലും. ബെർണാഡ് ഷാ പറഞ്ഞത് പാപികളും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ചെയ്ത മഹാപാപത്തിന്, തെറ്റിന്, കുറ്റത്തിന് നല്ല ഒരു മനുഷ്യനെ കുരിശിലേറ്റിയ മതം. അതുകൊണ്ട് തന്നെ ഈ മതം ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതല്ല എന്നാണ് ബെർണാഡ് ഷാ പറഞ്ഞത്. ഒരിക്കലും ബുദ്ധിക്ക് ചേരാത്തത്. നല്ല ഒരു മനുഷ്യനെ പിടിച്ച് പാപികൾക്ക് വേണ്ടിയിട്ട് കുരിശിലേറ്റുന്നതാണോ യുക്തി എന്ന് പറയുന്നത്? അപ്പോ യേശുക്രിസ്തു എന്നുള്ളത് ദൈവം ഗർഭം ഉണ്ടാക്കി എന്നുള്ളത് ശുദ്ധാബദ്ധം. മറ്റൊരുവന്റെ പാപത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കുരിശിലേറ്റി എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ പാപം. ആദവും അവയും ചെയ്ത കുറ്റത്തിനാണ് എന്ന് പറയുന്നത് അവരവരെ ശിക്ഷിക്കുന്നതിന് പകരം വഴിയെ കൂടെ പോകുന്നവരെ ശിക്ഷിക്കുന്നത് അതിനേക്കാളും നീചം. എന്നിട്ട് ആദവും അവയുമാണ് ആദിപുരുഷൻ എന്ന് പറയുന്നത് ഡാർവിൻ തിയറത്തിനെതിരെ. അതിൽ തന്നെ ഒരു കുട്ടിയുണ്ടായി, അയാൾ വിവാഹം കഴിച്ചു, പിന്നെയുള്ള തലമുറകളൊക്കെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വേറെ മനുഷ്യരുണ്ടായിരുന്നു, അവരുടെ കുട്ടികളെയാണ് ഇവർ വിവാഹം കഴിച്ചത് എന്നുള്ളത് പകലുപോലെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വഴിയെ കൂടെ പോകുന്ന മനുഷ്യർ ചെയ്ത പാപത്തിന്, നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റുന്ന ദൈവത്തിന് എന്തിനാ കുരിശിലേറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട്. ഈ പ്രായശ്ചിത്തം സ്വീകരിക്കുന്നത് ആരാ? ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ആ പ്രായശ്ചിത്തം അങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ? അത്രയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് ഒരു കന്യാസ്ത്രീയിൽ ഗർഭം ഉണ്ടാക്കാൻ വരെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ കുരിശിലേറ്റുന്നതിന് പകരം അവനെ പ്രായശ്ചിത്തം ചെയ്യണ്ടെന്ന് പറഞ്ഞങ്ങ് വെറുതെ വിട്ടുകൂടെ? എത്ര വലിയ വിഷമമുണ്ടോ? എനിക്ക് ശിക്ഷ വേണ്ട, പ്രായശ്ചിത്തം ചെയ്യണ്ട. എന്നിട്ട് കുരിശിലേറ്റുക എന്നുള്ളൊരു നാടകം കളിക്കുക. ആ നാടകത്തിൽ കുരിശിലേറ്റിയ ആള് മരിക്കുക. എന്നിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് 3-ാം ദിവസം അയാള് പുനരുത്ഥാനം ചെയ്യുക, അയാൾ റിസറക്റ്റ് ചെയ്യുക, അയാള് ഈസ്റ്ററിന്റെ ദിവസം പുറത്തേക്ക് വരിക. മാത്രമല്ല, കുരിശിൽ നിന്ന് താഴെ വെച്ചപ്പോഴത്തേക്കും കറ്റാർവാഴ നീരും പിഴിച്ചിലും ബാക്കിയെല്ലാം ചെയ്യാം. ഈ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ കറ്റാർവാഴ നീരും പിഴിച്ചിലുമെല്ലാം നടത്തും ആരെങ്കിലും?
മാത്രല്ല യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചിട്ടില്ലല്ലോ. ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ലല്ലോ യേശു ക്രിസ്തു മരിച്ചു കുരിശിലെന്ന്. മാർക്കോസ് തന്നെ പറയുന്നത്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ നിനക്കെങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. മരിക്കാത്ത യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് മനുഷ്യരുടെ പാപമില്ലാതെയാക്കാനാന്ന് പറയുന്ന അതല്ലേ ഏറ്റവും വലിയ നുണക്കഥ. ഈ ബിഷപ്പുമാരും മെത്രാന്മാരും ഇവിടെ കൂടിയിരിക്കുന്ന ക്രിസ്ത്യാനികളും എല്ലാം മരിക്കാത്ത യേശുവിനെ മരിച്ചു എന്ന് പറഞ്ഞ് നീചവും നിന്ദ്യവുമായിട്ടുള്ള കള്ളക്കഥ പറഞ്ഞിട്ടല്ലേ മനുഷ്യരെ മതപരിവർത്തനം നടത്തുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം, അയാളെ എങ്ങനെയാ വീണ്ടും പുനരുദ്ധാനം ചെയ്യാൾ, പിന്നെ വീണ്ടും പുനർജനിക്കുക, ജീവിക്കുക എങ്ങനെയാ? ഒരാൾ മരിച്ചാൽ മരിച്ചത് തന്നെയാ. ഒരു തരത്തിലും അയാൾ വീണ്ടും പുനരുദ്ധാനം ചെയ്യില്ല, അയാൾ വീണ്ടും ജീവിച്ചു വരില്ല. അതും ഒരു വലിയ കള്ളക്കഥയാണ്. അത് ആ ദിവസം ജനിച്ചു വന്നു, പിന്നെ അങ്ങേര് സ്വർഗത്തിലേക്ക് പോയി. ശരിക്കും സയന്റിഫിക്കലി സ്വർഗം എവിടെയാ? ആകാശത്താണോ? ഭൂമിയുടെ ഗ്രാവിറ്റി ഉള്ളിടത്തോളം കാലം ആകാശത്തേക്ക് പോയ ഒരു സാധനം തിരിച്ചു വരാതിരിക്കില്ല. പിന്നെ യേശുക്രിസ്തു സാറ്റലൈറ്റ് മാതിരി കറങ്ങുകയാണെങ്കിൽ പിന്നെ ആകാശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മാത്രമല്ല 64-ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുന്നു. ആ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് നടത്തുന്നത് വീണ്ടും കള്ളക്കഥയല്ലേ? എത്ര കള്ളത്തരാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനി അഥവാ യേശുക്രിസ്തു പുണ്യാത്മാവാണെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ യേശുക്രിസ്തുവിനെ ആണിയടിച്ചു കൊന്ന കുരിശ്, ആ കുരിശിനെ പൂജിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? നമ്മൾ ജൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയും. ആ ജൂദാസിനെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലൊരു മനുഷ്യനെ, വലിയൊരു മനുഷ്യനെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ്. ആ വലിയൊരു മനുഷ്യനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് ജൂദാസിനെ അവഹേളിക്കുന്നത് പോലെയല്ലേ ഒരു വലിയൊരു മനുഷ്യനെ കുന്തം കൊണ്ടും ആണി കൊണ്ടും കുരിശു കൊണ്ടും കൊലക്കയറ് കൊണ്ടും തൂക്കിക്കൊല്ലുക ചെയ്തു കഴിഞ്ഞാൽ ആ കുന്തവും ആ ആണിയും ആ കൊലക്കയറും ആ കുരിശും പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ പൂജിക്കുന്നതിന് പകരം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന തൂക്ക് പൂജിക്കുന്ന മാതിരി അല്ലേ? ഏതെങ്കിലും തരത്തിൽ അതിനൊരു യുക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏത് വലിയ മനുഷ്യനെയും കൊന്ന സ്ഥലം, ഏത് വലിയ മനുഷ്യനെയും നശിപ്പിച്ചത് എന്ന് പറയുന്നത്, അപ്പൊ ശരിക്കു പറഞ്ഞാൽ സാത്താൻ ചെയ്തത് നന്മയ്ക്ക് എതിരെ സാത്താനെ അപകീർത്തിപ്പെടുത്തുക, തിന്മ ചെയ്തതിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക. നേരെ വിപരീതമാണ്. ശരിക്കും ജന്മദിനത്തിനൊക്കെ വിളക്ക് ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിക്കുന്ന ആ സംസ്കാരമാണ്. നല്ലതിനെയൊക്കെ തിരസ്കരിക്കാം, എന്നിട്ട് ചീത്തയൊക്കെ എടുക്കാം. എന്നിട്ട് ഏതോ ഒരു കഥയുടെ പുറത്ത് യേശുക്രിസ്തു പറഞ്ഞ വരിയെടുത്ത് ഒരപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറയാം. ലോകത്തില് ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ ചോദ്യം ചോദിക്കാം. ഞാൻ പൂജിക്കുന്ന വ്യക്തിയുടെ ശരീരം തിന്നാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക്, അതിഥിയുടെ വീട്ടിൽ പോയിട്ട് ആ അതിഥി നിങ്ങൾക്ക് നല്ല ഒരു ബ്രെഡ് കേക്ക് തന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ അതിഥി നിങ്ങളോട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ശരീരമാണ് എന്ന് പറഞ്ഞൊരു കേക്ക് തന്നാൽ നിങ്ങൾ തിന്നോ? അത് ആതിഥേയനായിട്ടുള്ള മനുഷ്യൻ അവനവൻ്റെ ശരീരത്തെ തരുന്നത് ഏത് പ്രതീകാത്മകമായ നന്മ അതിനകത്ത് ചാർത്തിയാലും ഇത്രയും നിന്ദ്യമായിട്ടുള്ള ഒന്ന്, ഞാൻ ആദരിക്കുന്ന ഗുരുവിനെ, ആചാര്യനെ ഞാൻ തന്നെ തിന്നാം. ഞാൻ ആദരിക്കുന്ന ഗുരുവിനെ, ആചാര്യൻ്റെ ചോര ഞാൻ തന്നെ കുടിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയൻ ഒരു കപ്പ് ചായ എനിക്ക് തരുമ്പോൾ ഇതെൻ്റെ ചോരയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് കുടിക്കോ? ഒരു അതിഥിയായിട്ട് വീട്ടിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ആതിഥേയൻ തന്ന ചായ എൻ്റെ ചോരയാണെന്ന് പറഞ്ഞാൽ കുടിക്കോ? അപ്പൊ എത്ര നീചമായിട്ടുള്ള ഒരു വീക്ഷണ വെച്ച് പുലർത്തുന്നത് എന്ന് വെറുതെ ചിന്തിക്കാം. അത് വെച്ച് പുലർത്തുന്നവരോടാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ആ യേശുക്രിസ്തു വേദന കൊണ്ട് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ കുരിശിലേറുന്നത്. അത്ര ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് വേറൊരുവന്റെ പാപത്തിന് പകരം മറ്റൊരുവൻ കുരിശിലേറിയാൽ പോരാ. അതായത് വർഗീസിനെ കൊന്ന ഒരു IG
അദ്ദേഹത്തിന് പകരം വേറൊരാൾ പോയിട്ട് ജയിലിൽ കിടന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ളവർക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു ബിഷപ്പ് പോയിട്ട് ജയിലിൽ കിടന്നാൽ മതിയല്ലോ. കുറ്റവാളികൾക്കും അതേപോലെ കൊലയാളികൾക്കും എല്ലാം ചെയ്ത പാപത്തിന് നല്ലൊരു ബിഷപ്പ്, ഇഷ്ടംമാതിരി ബിഷപ്പുണ്ട്. കേരളം മുഴുവൻ ഇപ്പോൾ ബിഷപ്പുമാരാ. അതിൽ ഒരാൾ പോയി കിടന്നാൽ പോരെ. യേശു ക്രിസ്തു ചെയ്ത മാതിരി ഈ കൊലയാളികളെയും കുറ്റവാളികളെയൊക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുകയും ചെയ്യും, വേറെ പണിയുമില്ല. അങ്ങനെ ചെയ്താൽ പോരെ. ഇനി എങ്ങനെ ഇതൊക്കെ ശരിയാവുക? ഒരാളുടെ പാപത്തിന് വേണ്ടി മറ്റൊരാൾ കുരിശിലേറുക. വിശപ്പോ ദാഹമോ പാപമോ ഒക്കെ ട്രാൻസ്ഫറബിൾ ആണോ? KSRTC ടിക്കറ്റ് പോലും ട്രാൻസ്ഫർ അല്ലാത്തൊരു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ലോകത്തില്, ട്രാൻസ്ഫറബിൾ അല്ലാത്ത ലോകത്തില് ഒരാളുടെ പാപം, അത് ഭൂതകാലത്തെ പാപമല്ല, വരാൻ പോകുന്ന കാലത്തെ പാപവും കൂടി. ഈ മാത്യു എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, ഗോപാലകൃഷ്ണന്റെയും ഇന്ത്യക്കാരുടെയും പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിലേറിയതെന്ന്. അവർ ചെയ്യുന്ന പാപത്തിന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനേതായാലും പാപം ചെയ്തിട്ടില്ല. ആദത്തിന്റെയും അവയുടെയും മകനുമല്ല ഞാൻ. ഡാർവിൻ തിയറി പ്രകാരം ഏതാണ്ട് ഒരു പരിണാമത്തിലൂടെ ഉണ്ടായതാണ്. നമ്മുടെ ദശാവതാരം ഭാരതത്തില് മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കീതി ദശ, 10 ദശാവതാരം. അത് വളരെ ഭംഗിയായിട്ടുള്ള പരിണാമത്തിന്റെ തിയറിയാണ്. ഇതൊന്നും സ്വീകരിക്കാതെ വെറും ആദം ജനിച്ചു, ആദത്തിന്റെ പാപത്തിന് യേശു ക്രിസ്തു കുരിശിലേറി എന്ന് പറഞ്ഞുകൊണ്ട് അടക്കാം. ഇനി ഇതേ പാപത്തിന് വേണ്ടിയിട്ടല്ലേ പണ്ടൊക്കെ സുവിശേഷം നടത്തുമ്പോൾ മുടന്തൻ നടക്കുന്നു, അന്ധൻ കാണുന്നു, ബധിരൻ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആരോഗ്യമുള്ളവരെ സുവിശേഷം നടത്തുന്നതിൻ്റെ സദസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് 400 500 രൂപയും കൊടുത്തിരുത്തുക. എന്നിട്ട് നെഞ്ചത്തടിച്ച് അട്ടഹസിച്ച് സുവിശേഷ പാട്ട് പാടുമ്പോൾ ഇവരെല്ലാവരും നടക്കാൻ തുടങ്ങാം. ഇതും യേശു ക്രിസ്തുവിനെ പച്ചയ്ക്ക് കച്ചവടം നടത്തുകയല്ലേ. ഈ കൽക്കട്ടയിലും ഹൈദരാബാദിലും ബോംബെയിലും ഇതേപോലെ മുടന്തന്മാരും അന്ധന്മാരും നല്ല ആരോഗ്യമുള്ളവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവർ നടക്കുന്നതായിട്ട് കാണിച്ച് തലയ്ക്ക് വട്ടുപിടിച്ചവരെ പോലെ ഉറക്കെ പ്രാർത്ഥിച്ച് അവർ നടക്കുന്നതായിട്ട് കാണിക്കാം. അതല്ലേ ഈ 3 സ്ഥലത്ത് കൽക്കട്ടയിലും ഹൈദരാബാദിലും ബോംബെയിലും നല്ല കഴിവുള്ള ആണുങ്ങൾ വന്ന് ഇവരെ ഈ മുടന്തരെയും അന്ധരെയും കൈകാര്യം ചെയ്തപ്പോൾ അവർക്ക് ഒരു മുടന്തും ഇല്ല, ഒരു അന്ധത്വം ഇല്ല, ബധിരത്വം ഇല്ല, മൂകത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് ഓടിപ്പോയില്ലേ. എന്തിനാ ഈ പറ്റിച്ചിട്ട് മനുഷ്യരെ മതം മാറ്റുന്നത്? അത് ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒന്നും ആരും ക്രിസ്തു മതത്തിലേക്ക് വിശ്വസിക്കാതെ പള്ളിയിൽ പോകാതിരിക്കുന്നത് അതുകൊണ്ടല്ലേ. മുടന്തൻ നടക്കുന്നു, സംഗീത വിരുന്ന്, രോഗശാന്തി. അങ്ങനെ രോഗശാന്തി സാധിക്കുമെങ്കിൽ എത്ര ക്രിസ്ത്യൻ ഡോക്ടർമാരാ ഉള്ളത്? അവരെന്തിനാ ഈ MBBS-ഉം MD-യും എടുത്തത്? പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? അപ്പൊ ഈ അവർക്ക് MBBS-ഉം MD-യും എടുക്കുന്നത് ദൈവത്തിന് രോഗശാന്തി സാധ്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവനവന്റെ വീട്ടിലുള്ള അവനവന്റെ മക്കളെ മെഡിസിന് പഠിപ്പിക്കുക. എന്നിട്ട് അച്ഛനും അമ്മയും ബാക്കിയുള്ളവർ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച് രോഗശാന്തി നടത്തുകൊണ്ടിരിക്കുന്നതിന് എത്ര അവിശ്വസനീയമായിട്ടുള്ള നീചകർമ്മ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കുരിശിനെ കുറിച്ച് ഞാൻ പറയേണ്ടേ. ആ കുരിശ് യഥാർത്ഥത്തിൽ AD 273 ക്രിസ്തു സമൂഹം അംഗീകരിച്ചത്. AD 273 ഏതൻസിൽ നടന്ന ക്രൈസ്തവ സമ്മേളനത്തിൽ ആ കുരിശ് ക്രിസ്ത്യാനികളുടെ പ്രതീകമായിട്ട് അംഗീകരിച്ചത്. യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് തോമസ്. ആ തോമസിനെയാണ് സെന്റ് തോമസ് എന്ന് പറയുന്നത്, മാർ തോമസ് എന്നൊക്കെ പറയുന്നതെന്നാണെന്ന് തോന്നുന്നത്. ഈ കേരളത്തിലേക്ക് തോമസ് വരുമ്പോൾ എത്ര വയസ്സായിട്ടുണ്ടായിരിക്കും തോമസിന്? 70 വയസ്സായിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ തോമസ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ കാലത്തിന് 70 വയസ്സായിട്ടുണ്ട്. ആ 70 വയസ്സായ ആള് 200 വർഷങ്ങൾക്ക് ശേഷം അംഗീകരിച്ച ഒരു കുരിശ് നെഞ്ചത്തേറ്റി ഈ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് യൂറോപ്പിലെ കുറെ രാജ്യങ്ങൾ കയറി ഇറാഖ് വഴിക്ക് ഇറാൻ കടന്ന് അഫ്ഗാനിസ്ഥാൻ കടന്ന് പാകിസ്ഥാൻ കടന്ന് പഞ്ചാബ് കടന്ന് മധ്യപ്രദേശ് കടന്ന് പിന്നെ മഹാരാഷ്ട്ര കടന്ന് കർണാടക കടന്ന് കേരളത്തിൽ വന്ന് മനുഷ്യരാരും പോവാത്ത ശബരിമല അമ്പലത്തിന്റെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് ഒരു കുരിശ് വെച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കള്ളക്കഥ പറഞ്ഞിട്ട് എന്ത് നേടാനാ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സത്യം ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങൾ ഈ ധർമ്മത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. സെന്റ് തോമസിന്റെ കഥ. ഡോക്ടർ CI ഐസക് എന്ന് പറഞ്ഞ ചരിത്ര പ്രൊഫസർ
അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. സെന്റ് തോമസ് ഇവിടെ വന്നിട്ടും ഇല്ല, അങ്ങനെ ഒരാൾക്ക് ഇവിടം വരെ വരാനും സാധിക്കില്ല, കടലുമാർഗവും വരാൻ സാധിക്കില്ല, കരമാർഗവും വരാൻ സാധിക്കില്ല. വരാത്ത ഒരാളെ വന്നു എന്ന് പറഞ്ഞ് അങ്ങേര് കുരിശു കൊണ്ടുവന്ന് സ്ഥാപിച്ചു 8 പള്ളികളിൽ എന്ന് പറഞ്ഞ് ഇവിടുത്തെ നമ്പൂതിരിമാരെ മതം മാറ്റി എന്ന് പറഞ്ഞ് എത്രയെല്ലാം കള്ളക്കഥയായി നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം. അതേപോലെ തന്നെയാ വേറെ കുറേ ഉണ്ട്. വേറൊരു തോമസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് അന്ത്യോക്യായിൽ നിന്ന് ഒരു മരപ്പണിക്കാരൻ, ആ തോമസും ഈ തോമസും എല്ലാം കൂടിയിട്ട് ഭംഗിയാക്കിയിട്ടിട്ട്. ഇതേപോലെ വേറൊരു നല്ലൊരു ഡോക്ടർ ഉണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ആളാണ്. ഡോക്ടർ CP മാത്യു എന്നാണ് പേരെന്നാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ വായിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല. അതൊരു ഡോക്ടറാണ്, MBBS MD ഡോക്ടർ, ഒരു കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ. കയ്യിൽ ആണിയടിക്കുകയും കാലിൽ ആണിയടിക്കുകയും ചെയ്യുന്ന ആ മുറിവ് കൊണ്ട് ഒരു മനുഷ്യനും മരിക്കില്ല എന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം തെളിയിച്ചു. അത്രയും അതും ഒരു ക്രിസ്ത്യാനി തന്നെയാണ് വിവരിച്ചു പറഞ്ഞത്. അതിൻ്റെ കുറെ ബ്രോഷർ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്രൈം എന്ന മാഗസിനിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ മരിക്കാത്ത ഒരു യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയാം. മരിക്കാത്ത യേശു പിന്നെ പുനർജനിച്ചു എന്ന് പറയാം. മരിക്കാത്ത യേശുവിനെ മരിച്ചു എന്നാക്കി തീർത്ത് മുതലെടുക്കാം, എന്നിട്ട് പുനർജനിച്ചു എന്ന് പറഞ്ഞ് മുതലെടുക്കാം. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോൾ ഭൂമി കുലുങ്ങി കൊടുങ്കാറ്റുണ്ടായി എന്ന് പറയാം. ഇനി അഥവാ യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് കുരിശിലേറ്റിയാൽ ഈ മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാണെങ്കിൽ ഈ പാപത്തിന് പ്രായശ്ചിത്തം സ്വീകരിക്കുന്ന ദൈവത്തിന് അവനവന്റെ പുത്രനെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ ദൈവമേ കർത്താവേ എന്നാണ് എനിക്ക് വിഷമമുള്ളത്. യേശു ക്രിസ്തുവിൽ തന്നെ കരയുന്നുണ്ട്, ഏലി ഏലി ലമാ സബക്താനി, അല്ലയോ ദൈവമേ നീ എന്നെ കൈവിട്ടോന്ന്. അത്രയും നെഞ്ചത്തടിച്ച് കരയുന്ന മനുഷ്യൻ പാപികൾക്ക് വേണ്ടി ആ കുരിശിലേറിയ എന്നുള്ളത് എന്തൊരവസ്ഥ. അങ്ങനെ കരയുന്ന യേശു ക്രിസ്തുവിന് ഓടിപ്പോവാൻ പറ്റാത്തത് കൊണ്ട് ആണിയടിച്ച് അവിടെ ചേർത്തത്. ആ കുരിശിലുള്ള യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇത്രയും കരുണാവാരിധിയായ ദൈവത്തിന് ഇങ്ങേരെ കുരിശിലേറ്റാതെ തന്നെ മനുഷ്യന്റെ പാപം അങ്ങോട്ട് ക്ഷമിച്ചാൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ കുരിശിലേറ്റുന്നത് ആരെ ബോധ്യപ്പെടുത്താനാ? വരും തലമുറയെ ബോധ്യപ്പെടുത്താനാ? അല്ല യഹോവയെക്കാളും മുകളിലുള്ള വേറൊരു ദൈവത്തിന് വേണ്ടിയിട്ട് ബലി കൊടുത്തതാണോ? അതിനേക്കാളും മുകളിൽ ഒരു ദൈവം ഇല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവിടെ എന്തിനാ അത് ചെയ്തത്? അപ്പോ ആ കുരിശിലേക്ക് ഏറ്റിയ മരിക്കാത്ത യേശു ക്രിസ്തുവിനെ മരിച്ചു, മരിക്കാത്ത ആള് പിന്നെ പുനർജനിച്ചു, അതിനെ ആഘോഷിക്കാം, അതിനു വേണ്ടിയിട്ട് കുറേ ചടങ്ങുകൾ ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ എന്താ അത്ഭുതം തോന്നാറുണ്ട്. പിന്നെ ആ കുരിശ് തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമാരി പല മെഡിക്കൽ കോളേജിലും ഹിന്ദുക്കളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നെഞ്ചത്ത് കുരിശ് വെച്ച് കൊടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ പറയും, നിങ്ങൾ ഈ കുരിശിലും യേശു ക്രിസ്തുവിലും വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളുടെ സർജറി സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് പറയാം. എന്നിട്ട് അവിടെ വെച്ച് അവരെ ക്രിസ്ത്യാനികളാക്കാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗമുള്ള ഡോക്ടർമാരാ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശു ക്രിസ്തുവിൽ വിചാരിച്ചാലേ നിങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആവുള്ളൂ എന്ന് പറയാം. ഇതൊക്കെ ചില വലിയ വലിയ പ്രേരണാക്കുറ്റാണ്, കൊലക്കുറ്റം മാതിരി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എല്ലായിടത്തും ഇപ്പൊ ഇത് വളരെ കോമണാണ്. എന്നിട്ട് അതേ കുരിശി തന്നെ കുട്ടികളുടെ അടുത്ത്, കുട്ടികൾ സ്കൂളിലെ വണ്ടികളിൽ കയറുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാവാതെ ഈ ഡ്രൈവർ സ്റ്റാർട്ടാക്കില്ലാതെ, എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പൂജിക്കാനും വിളിക്കാനും പറയും ഹിന്ദു കുട്ടികളോട്. അവര് രാമ ജപിക്കും, നാരായണ ജപിക്കും, ഇയാൾ വണ്ടി സ്റ്റാർട്ടാക്കില്ല. കുറെ കഴിഞ്ഞ് കന്യാസ്ത്രീകളെല്ലാം കൂടി ചെന്ന് പറയും, ഇനി നമുക്ക് യേശു ക്രിസ്തുവിനെയും കുരിശിനെയും വാഴ്ത്താമെന്ന്. ഇപ്പൊ പാവങ്ങൾ കുട്ടികൾ നിഷ്കളങ്കരായിട്ടുള്ളവർ യേശു ക്രിസ്തുവിനെയും കുരിശിനെയും വാഴ്ത്താൻ തുടങ്ങും. അപ്പൊ ഡ്രൈവർ കറക്റ്റ് ചാവി തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കണ്ടില്ലേ ഞങ്ങളുടെ ദൈവത്തിനും കുരിശിന്റെയും മഹത്വം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ പറ്റിക്കുക. എന്തെല്ലാം തരത്തിലുള്ള പറ്റിക്കല നടക്കുന്നതെന്നറിയാം. അടുത്ത കാലത്ത് വിമാനത്തില് കുവൈറ്റിൽ നിന്ന് വന്ന് ഒമാനിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, ആ വിമാനം ഒന്ന് കുടുങ്ങിയപ്പോൾ അടുത്തുള്ള സ്ത്രീ പറഞ്ഞു അത്രേ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാൽ മതി വിമാനം നോർമൽ ആവുന്ന.
ആ വിമാനത്തിൽ ഒരു കുടുക്കം ഉണ്ടായപ്പോൾ പോലും അതിൽ നിന്ന് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന എത്ര ക്രിസ്ത്യാനികളാണ് ഉള്ളത്. അതേപോലെ കുട്ടികളുടെ കയ്യിൽ ഈ കുരിശു കൊടുക്കാം, യേശു ക്രിസ്തുവിനെ കൊടുക്കാം, എന്നിട്ട് അമ്മയെ കാണിക്കാതെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയാം. എന്നിട്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക. അമ്മ എങ്ങാനും മോള് ക്രിസ്തുവിനെ പൂജിക്കുന്നത് കണ്ടാൽ അമ്മ മരിച്ചു പോകുമെന്ന് പറയാം. അമ്മ മരിച്ചു പോവാതിരിക്കാൻ ആരും കാണാതെ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറയാം. എത്ര സ്കൂളുകളിൽ നടക്കണമെന്നറിയാമോ? 25 വർഷം സീനിയർ സയന്റിസ്റ്റായിട്ട് പ്രവർത്തിച്ച ഗോപാലകൃഷ്ണൻ നേരിട്ട് കണ്ടതും കേട്ടതുമാണ് ഇത് പറയുന്നത്. ഞാൻ മെനഞ്ഞെടുത്ത കഥയൊന്നുമല്ല. ഈ കള്ളത്തരം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈശ്വരൻ തന്ന ഒരു അവസരമാണ് യൂട്യൂബിലൂടെ ഇത് വിളിച്ചു പറയുക എന്നുള്ളത്. പിന്നെ ഈ യേശു ക്രിസ്തുവിന്റെ പേരിലായി ബിഷപ്പുമാരും മതമൈത്രി യാത്ര നടത്തുന്നത്. അവര് തന്നെയാ മതം മാറ്റിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന നീചകർമ്മങ്ങൾക്കെതിരെ അവിടെയുള്ള പാവങ്ങൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്നവരെ കൂടി ചേർത്ത് മതമൈത്രി യാത്ര നടത്താം. കള്ളൻ തന്നെ നല്ലവനെ ദാ കള്ളൻ ഓടുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയല്ലേ ഇത്? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അവനവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനവൻ തന്നെ ഹിന്ദുക്കളെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവരെ വിളിച്ചു കൂട്ടിയിട്ട് മതമൈത്രി യാത്രയും എല്ലാം നടത്താം. അടുത്ത കാലത്ത് ഒരു ബിഷപ്പ് രാഷ്ട്രീയ നേതാവിൻ്റെ കൂട്ടത്തിൽ പ്രസംഗിക്കുന്ന കേട്ടു. പാലക്കാട് മദ്യ ഫാക്ടറി ഒരു കാരണവശാലും അനുവദിക്കില്ല. ആ ബിഷപ്പ് തന്നെയല്ലേ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ളവരല്ലേ എടപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ പൂര വെള്ളടിക്ക് കൂട്ടുനിൽക്കുന്നത്? സെന്റ് ജോർജിന്റെ പേരിൽ വീടാന്തരം ലിക്കറും വിസ്കിയും ബ്രാൻഡിയും കൊടുക്കുന്നത് നിരോധിച്ചൂടെ? മാതൃഭൂമി ദിനപത്രം ഇതിനെതിരെ ശക്തമായിട്ട് എഴുതിയതല്ലേ? ആ മാതൃഭൂമി ദിനപത്രം ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് പോലും എതിരെ നിന്നത് ഇവിടെയുള്ള അച്ഛന്മാരും ബിഷപ്പുമാരുമാണ്. പള്ളിയുടെ പേരിൽ വീട്ടിൽ പാമ്പിന്റെ ഉപദ്രവം ഉണ്ടാവാണ്ടിരിക്കാൻ എല്ലാ വീട്ടുകാരും മദ്യം കൊടുക്കുക വഴിയെ കൂടെ പോകുന്നവർക്ക്. ഇപ്പുറത്ത് മദ്യനിരോധന റാലിയിൽ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ബിഷപ്പ് നിൽക്കാം, അവരുടെ തന്നെ പ്രതിനിധികൾ അപ്പുറത്ത് പള്ളിയിൽ കൂടെ വിസ്കിയും ബ്രാൻഡിയും കൊടുക്കാം. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണല്ലേ? അതേപോലെ തന്നെ ഈ യേശുക്രിസ്തു നമ്മുടെയൊക്കെ പാപം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ അഭയ കേസ് ഇപ്പൊ എന്തായി? അവര് ജീവിതം മുഴുവനും ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് കഴിഞ്ഞവരല്ലേ? അതേപോലെ നെയ്യാറ്റിൻകരയിൽ ഒരു സ്ത്രീ മരിച്ചില്ലേ, ഒരു കന്യാസ്ത്രീ. അതേപോലെ തന്നെ ചാലക്കുടിയിലെ ധ്യാന കേന്ദ്രത്തിലെ എത്രയാ പേര് മരിച്ചത്? ഇവരൊക്കെ യേശുവിന്റെ കാൽക്കൽ വന്ന് വീണിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇവരുടെ പാപം ഒന്നും ഏറ്റെടുത്തില്ല യേശു ക്രിസ്തു. എന്താ ഏറ്റെടുക്കാത്തെ? അവരുടെ അന്വേഷണം പോലും എത്ര ദശാബ്ദങ്ങളായിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടികൾ എന്നല്ലേ കന്യാസ്ത്രീകൾ അറിയപ്പെടുന്നത്. മരിച്ചുപോയ ഒരാളുടെ മണവാട്ടിയെ മണവാട്ടി എന്നാണോ പറയുക, വിധവ എന്നാണോ പറയുക? വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം കുറച്ച് മോശമായതുകൊണ്ട് വേറൊരു നുണവാക്ക് ഉപയോഗിച്ച് മണവാട്ടി എന്ന് പറയാം. ശരിക്ക് ഭാരതത്തിലെ സംസ്കൃതത്തില് മലയാളത്തില് ഭാരതീയ ഭാഷകളില് ഭർത്താവ് മരിച്ചാൽ സ്ത്രീയുടെ പേര് മണവാട്ടി എന്നല്ല, വിധവ എന്നാണ്. അപ്പൊ ഇവിടെ കർത്താവിന്റെ മണവാട്ടികൾ എന്ന് പറയുന്നവരൊക്കെ മാറ്റണം. പേര് ശരിക്ക് വരണമെങ്കിൽ കർത്താവിന്റെ വിധവകൾ എന്ന് പറയണം. അങ്ങനെയെങ്കിലും ഒരു സത്യം ചെയ്തൂടെ? പിന്നെ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ. നേരത്തെ മദ്യനിരോധനം നടത്തുന്ന അതേ ബിഷപ്പിനോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്നത് 37 ധ്യാന കേന്ദ്രമുള്ള ചാലക്കുടിയിലല്ലേ? ആ ചാലക്കുടിയിൽ ഇത്രയും അധികം വെള്ളമടിക്കാനുണ്ടായ കാരണം എന്താ? ധ്യാന കേന്ദ്രം വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിനകത്ത് നടക്കുന്നത് വേറെ എന്തോ അല്ലേ? വെറുതെ സംശയം കൊണ്ട് ചോദിക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ ആ പ്രദേശം മുഴുവനും നന്നാവണ്ടേ? ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നവർക്ക് ലേസറിന്റെ യേശു ക്രിസ്തു ആ കാണിക്കുന്നത്. കുറെ ഹിന്ദുക്കളെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കാൻ പറയുമ്പോൾ നേരെ മുമ്പിൽ യേശു ക്രിസ്തു നിൽക്കുന്നു. ലേസർ കൊണ്ട് വായുവില് യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കിയിട്ട് ഇതാ നിനക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറയാം. ആ ധ്യാന കേന്ദ്രമാകുന്ന പവിത്ര സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് തന്നെ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടക്കുന്നത്. പിന്നെ പല രോഗവുമായിട്ട് വരുന്നവർക്ക് യേശു ക്രിസ്തുവിന്റെ തീർത്ഥം എന്ന പേരിൽ മരുന്ന് കൊടുക്കാം. എന്നിട്ട് അസുഖം മാറുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാ മാറിയെന്ന് പറയാം. മരുന്ന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
പക്ഷെ യേശുക്രിസ്തുവിന്റെ വെള്ളം കുടിച്ച് ഇവിടെ പ്രാർത്ഥിച്ചത് കൊണ്ട് അസുഖം മാറിയതെന്ന് പറയുന്നത് തെറ്റല്ലേ അത്? അതേപോലെ അവിടെ ധ്യാന കേന്ദ്രങ്ങളിൽ ബ്രാഹ്മണത്വം ഒരു കാലത്തും ഇല്ലാതിരുന്ന കുറേ തൃശ്ശൂർക്കാരുടെ കഴുത്തിൽ പൂണൂലിട്ട് ഞാൻ ബ്രാഹ്മണനായിരുന്നു, ഞാൻ അമ്പലത്തിലെ പൂജാരിയായിരുന്നു, ഞാൻ ഹിന്ദു ദൈവത്തെ പൂജിച്ചത് കൊണ്ട് പ്രയോജനം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത്, യേശു ക്രിസ്തുവിനെ പൂജിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് സക്കീർ നായിക്ക് നമ്പൂതിരിമാരെ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നതിനേക്കാൾ നീചമാണത്. ബ്രാഹ്മണരല്ലാത്തവരെ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞ് പൂജാരിമാരല്ലാത്തവരെ പൂജാരിമാരാണെന്ന് പറഞ്ഞ് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് പ്രസംഗിപ്പിച്ച് എന്നിട്ട് കഴുത്തിൽ പൂണൂലും ഉണ്ട്. അതാണല്ലോ അത്ഭുതം. എന്നിട്ട് മറ്റുള്ളവരോട് പറയുക ഇയാൾ പൂജാരിയായിരുന്നു, കൃഷ്ണനെയും രാമനെയും ശിവനെയും പൂജിച്ചത് കൊണ്ട് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണ് ഇയാളിപ്പോ ക്രിസ്ത്യാനി ആയതെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട കുഞ്ഞാടുകളെ പറ്റിക്കാൻ അച്ഛന്മാരും കന്യാസ്ത്രീകളും കാണിച്ചു കൂട്ടുന്ന നീചമായിട്ടുള്ള പ്രവൃത്തിയുടെ എണ്ണം അനന്തമല്ലേ? അതേപോലെ അമ്പലങ്ങളില് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും, ഹിന്ദു അമ്പലങ്ങളുടെ മുമ്പിൽ എഴുതി വെക്കുക ശിവ കിൽസ്, എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ എഴുതി വെക്കുക ജീസസ് സേവ്സ് എന്ന്. ഇത് ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന് എഴുതി വെച്ചാൽ എഴുതി വെച്ചവന്റെ കഴുത്തിന്റെ മുകളിൽ തല കാണുമായിരുന്നോ? എന്തിനാ ഇതേമാതിരിയുള്ള ഇല്ലാത്തതൊക്കെ പോസ്റ്റർ വഴിക്കും ബാനറും ചെറിയ ചെറിയ ബോർഡുകളും ഒക്കെ ആക്കിയിട്ട് ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ മുമ്പിൽ വെക്കുക? ഹിന്ദുവിൻ്റെ ക്ഷമയുടെ പരമാവധി അളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ധാരാളം സ്ഥലത്ത് കാണാൻ സാധിച്ചൊരു കാര്യമാണ്, പാവപ്പെട്ട ഹിന്ദുക്കളുടെ അടുത്ത് നിന്ന് 5000 രൂപ കൊടുത്ത് പുതിയ വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് അവരോട് പറയാം ഈ വീട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ചെറിയ വീട് പൊളിച്ച് ഈ 5000 രൂപ കൊണ്ട് വീടിൻ്റെ അടിത്തറ ഉണ്ടാക്കാം, ബാക്കി അതിനുശേഷം തരാം. അവൻ്റെ ഉള്ള വീടും പൊളിച്ച് അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവനോട് പറയും പള്ളിയിൽ വന്ന ദിവസം പ്രാർത്ഥിച്ചാലേ ബാക്കി കാശ് തരുള്ളൂ എന്ന്. ഈ പാവപ്പെട്ടവൻ്റെ പാടിനെ കുറിച്ച് അറിയോ? 5000 രൂപ മേടിച്ച് വീടിൻ്റെ തറയും പണിതു, ഉള്ള വീടോട്ട് പൊളിക്കുകയും ചെയ്തു. ഇടവപ്പാതിക്ക് മഴ പെയ്യുമ്പോൾ താമസിക്കാൻ ഒന്നുമില്ല. ആ പാവത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത്രയുമധികം ദളിതരായ ഹിന്ദുക്കളെ മതം മാറ്റിയിട്ട് സേവിച്ച് മനുഷ്യരാക്കാനായിരുന്നു എങ്കിൽ ഏതാണ്ട് 100% ക്രിസ്ത്യാനികളുള്ള അമേരിക്കയിൽ ടൊർണാഡോ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഒരു പോപ്പിന്റെ പ്രതിനിധിയെയും അവിടെ കണ്ടില്ല. ഒരു കന്യാസ്ത്രീയെയും അച്ഛനെയും ഈ കത്രീനയും റീത്തയും വിൽമയും ജൂണോയും ആൽബർട്ടോ തുടങ്ങിയ ചുഴലിക്കാറ്റ് അമേരിക്കയിൽ അടിച്ചപ്പോൾ അമേരിക്കക്കാരെ സഹായിക്കാൻ കണ്ടില്ല. വേദനിക്കുന്നവരെ സഹായിക്കാനല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? എന്തേ വന്നില്ല? അവർ ക്രിസ്തുമതം ഉപേക്ഷിച്ചവരായതുകൊണ്ടാണ് വരാത്തത്. ഇവിടെയാണെങ്കിൽ നല്ല മാർക്കറ്റാ, പാവങ്ങളെ കൺവെർട്ട് ചെയ്യാനുള്ള അസൽ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് സേവനത്തിൻ്റെ പേരിൽ ഇതെല്ലാം ചെയ്യും. മദ്രാസിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും, ഹൈദരാബാദിലൊക്കെ എത്ര കുഷ്ഠരോഗികളാണെന്നറിയാമോ കഴുത്തിൽ കുരിശിട്ട് പിച്ചെടുക്കുന്നത്. അവര് പണ്ട് ഹിന്ദുക്കളായിരുന്നു, അവരെ നല്ലതിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് 500 രൂപയുടെ നോട്ട് കൊടുത്ത് അപ്പൊ ഹിന്ദു കുഷ്ഠരോഗികളായ പിച്ചക്കാരെ ക്രിസ്ത്യൻ കുഷ്ഠരോഗികളായ പിച്ചക്കാരാക്കിയതോടുകൂടി മതപരിവർത്തനത്തിന്റെ റോള് കഴിഞ്ഞു. അവരിപ്പോഴും റോട്ടിൽ തന്നെയാണ്. അത്ഭുതം തോന്നും. ദളിതന്മാരെ ഉയർത്തി മനുഷ്യരാക്കി തീർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ കുറെ സുവിശേഷകർക്ക് ഒരു 500ന്റെ നോട്ട് കൊടുത്ത് ആ പാവത്തിന്റെ കഴുത്തിൽ കുരിശിട്ടതോടുകൂടിയുള്ള ജോലി കഴിഞ്ഞു. അങ്ങനെയാ ഓരോ രീതിയിലുള്ള മതം മാറ്റം നടക്കുന്നത്. പിന്നെ യേശുക്രിസ്തു ഇത്രയും അധികം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പാവങ്ങൾക്ക് വേണ്ടിയിട്ടും ദരിദ്രർക്ക് വേണ്ടിയിട്ടും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയാ ജീവിക്കുന്നതെന്നല്ലേ പറയുന്നേ. എന്നിട്ട് എന്താ ഈ ബിഷപ്പുമാരും അച്ഛന്മാരും ഇത്രയും ഗംഭീരമായ പള്ളികൾ ഉണ്ടാക്കി സ്വർണ്ണ കുരിശി വെച്ച് ആഡംബരത്തിന്റെ ക്ലൈമാക്സിൽ ജീവിക്കാൻ കാരണം എന്താ? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. നല്ല ഓരോ ബിഷപ്പുമാരെയും കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. സൗദി അറേബ്യയിലെ രാജാവിനേക്കാളും വലിയ ആഡംബര ജീവിതം. ഇതൊക്കെ ക്രിസ്ത്യാനികൾ നിങ്ങൾ കാണുന്നില്ലേ? യേശുക്രിസ്തു കുരിശിലേറിയത് അങ്ങനെയാ. യേശുക്രിസ്തുവിന്റെ ഡ്രസ്സ് തന്നെ നിങ്ങൾ ഇല്ലാത്ത പടം വരച്ച് കാണിക്കുമ്പോൾ തന്നെ ഒന്നുമില്ലാത്ത ഒരു തുണി മാത്രമുള്ള ആളാണ്. ആ യേശുക്രിസ്തുവിന്റെ പേരിലാ ഇവിടെ ആഡംബരത്തിന്റെ ക്ലൈമാക്സില് കൂറ്റൻ പള്ളികള്,
പിന്നെ ബിഷപ്പുമാരുടെ സൗധങ്ങള്. തിരുവനന്തപുരത്തെ ബിഷപ്പിന്റെ വീടിന്റെ പേര് തന്നെ സന്നിധാനം എന്നാ. ശബരിമല ശാസ്താവിന്റെ ഒരുപടി മുകളിലായിട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആരെയൊക്കെയോ പറ്റിക്കാനല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്? പിന്നെ സുവിശേഷത്തിന്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന യോഹന്നാനെ പോലെയുള്ളവരും ദിനകരനെ പോലെയുള്ളവരും ഹിന്ദുക്കളുടെ പേര് വെച്ച ദിവാകരൻ നമ്പൂതിരിയും തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ജോലിക്കാരനായ റബ്ബർ ബോർഡിലെ പ്യൂണായിരുന്ന അരവിന്ദാക്ഷ മേനോൻ വെള്ളമടിച്ച റോട്ടിൽ കിടന്ന് അയാളെ പിടിച്ച് ബിഷപ്പാക്കി ചാലക്കുടിയിലെ ധ്യാന കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ച അവരെല്ലാവരും ഇന്ന് കോടാനകോടി പ്രഭുക്കളല്ലേ? ഇങ്ങനെ ഈ പൈസ ഉണ്ടായത് യേശു ക്രിസ്തുവിനെ സേവിച്ചിട്ടാണോ? അല്ല വിദേശത്ത് നിന്ന് വരുന്ന പൈസ അതെല്ലാം മതപരിവർത്തനത്തിനെന്ന് പറഞ്ഞെടുത്ത് അവനവന്റെ സൗധങ്ങൾ ഉണ്ടാക്കാനാ. പിന്നെ അരവിന്ദാക്ഷ മേനോൻ എന്ന പേരെന്താ ഇപ്പോഴും മാറ്റാത്തത്? ആ പേരുണ്ടെങ്കിൽ ഹിന്ദുക്കളെ മതം മാറ്റാൻ എളുപ്പമാണ്. അരവിന്ദാക്ഷ മേനോൻ ക്രിസ്ത്യാനിയായി എന്നാ പറഞ്ഞു. ഇപ്പൊ അതും വിട്ടു എന്ന് തോന്നുന്നു. ഈ ബിഷപ്പുമാരും ക്രിസ്ത്യാനികളും ഭാരതീയ പൈതൃകത്തിന്റെ വികലമായിട്ടുള്ള വിവർത്തനത്തോടു കൂടിയും വ്യാഖ്യാനത്തോടു കൂടിയും പുസ്തകം എഴുതുക. എന്നിട്ട് അതിന്റെ ചുവട്ടിൽ അത് അരവിന്ദാക്ഷ മേനോൻ എഴുതിയതാണെന്ന് പേര് ചേർക്കാം. അതിന് ബിഷപ്പുമാര് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ഇതല്ലേ പ്രജാപതി യാഗം എന്ന് പറഞ്ഞ കോശി അബ്രഹാം ചെയ്തത്? പ്രജാപതി എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആണ്. യേശു ക്രിസ്തുവെ യാഗം ചെയ്തു. ആര്? യഹോവ. ആർക്കു വേണ്ടി യാഗം ചെയ്തു? ദൈവത്തിനറിയാം. പ്രജാപതിയെക്കാളും വലുതാണോ യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിനേക്കാളും വലുതാണോ യഹോവ? യഹോവയെക്കാളും യേശു ക്രിസ്തുവിനേക്കാളും വലുതാണോ പ്രജാപതി? ഒരു പിടുത്തമില്ല. അങ്ങനെയുള്ള ഈ കോശി അബ്രഹാം എഴുതിയ പുസ്തകത്തിന് പ്രജാപതി യാഗം, അതിൽ യേശു ക്രിസ്തുവിന്റെ എല്ലൊടിയരുത്, ചോര തീഞ്ചരുത്, തൊലി മുറിയരുത്, ഇതൊക്കെ പ്രജാപതിയുടെ ലക്ഷണം. ശരിക്കും പറഞ്ഞാൽ പ്രജാപതിക്ക് ലക്ഷണം എല്ലൊടിയരുത് എന്നുള്ള ലക്ഷണം, തൊലി മുറിയരുത് എന്നുള്ള ലക്ഷണം, ചോര വരരുത് എന്നുള്ള ലക്ഷണം. ഇതൊക്കെ യേശുവിൽ പൂർണ്ണമാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ കുന്തം കൊണ്ട് യേശു ക്രിസ്തുവിനെ കുത്തിയപ്പോ അപ്പൊ തെറിച്ച ചോര കൊണ്ടല്ലേ കണ്ണ് കാണാൻ പറ്റാത്തവനെ കണ്ണ് കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ചോര തെറിച്ചില്ലേ? നുണ മാത്രം പറഞ്ഞ് ശീലിച്ചവര് മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കലെങ്കിലും സത്യം പറയുമോ? എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളതാണ്. വേറെ ഒരാളുണ്ട്, കോടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് മിൽമയിലെ വെറ്റിനറി ഡോക്ടർ മാത്യു എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ മാത്യു ഹരിഹരപുത്രായ നമഃ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലെന്താ പറയുക? യേശു ക്രിസ്തു തന്നെയാണ് ശബരിമല ശാസ്താവെന്ന്. വേറൊരാളുണ്ട് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ, കൽപ്പറ്റക്കാരൻ ബെഞ്ചമിനാണ്. അതിൽ പിപീലിക ദന്തിവരം പ്രസൂത എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തിലെ വരികളൊക്കെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിരിക്കാം. അവസാനം എല്ലാം യഹോവയിലും യേശു ക്രിസ്തുവിലാണ്. കയ്യിൽ കിട്ടിയതും വായിൽ തോന്നുന്നതും വായിച്ചതെല്ലാം കൂടി ചേർത്ത് യേശു ക്രിസ്തുവിന്റെ തലയിൽ വെച്ചിട്ട്. പിന്നെ വേറൊരാളുണ്ട് ഗമായേൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഇവിടെ കാട്ടാക്കടയിലുള്ള ആളാണ്. അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല. തനി കള്ളത്തരം ചെയ്യുന്നവരെങ്ങനെ ഈ അദ്ദേഹം എന്നൊക്കെ പറയാ? അത്ഭുതം തോന്നാറുണ്ട്. ഓരോ വാക്കുകളും യേശു ക്രിസ്തുവിൽ കൊണ്ടുപോയിട്ട് യഹോവയിൽ കൊണ്ടുപോയിട്ട് കുറെ പുസ്തകങ്ങൾ ഇറക്കാം. അടുത്ത കാലത്ത് ഒരു മൈക്കേൽ ഉണ്ടായിരുന്നു, വയലാർ മൈക്കേല്. ഉപനിഷത്തുക്കൾ എടുത്തിട്ട് യേശു ക്രിസ്തുവിനെ ന്യായീകരിച്ചതാ. എനിക്ക് ആ പുസ്തകം അയച്ചു തന്നു. താൻ ഉപനിഷത്തിൽ 5-6 വരികൾ എടുത്ത്, ഇവിടുത്തെ ബിഷപ്പുമാരൊക്കെ ഡോക്ടറേറ്റ് എടുക്കാറില്ല തിയോളജിയില്, ദൈവശാസ്ത്രത്തില്. എന്തെഴുതി കൊടുത്താലും വിരോധമില്ല, അപ്പൊ ഡോക്ടറേറ്റ് കിട്ടും. ആ ഡോക്ടർ എന്ന് വെച്ചിട്ടാ ഓരോരുത്തർ അച്ഛന്മാരും ബിഷപ്പുമാരും നടക്കുന്നത്. ഒരാളും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ല, എല്ലാം യെരുശലേമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇസ്രായേലിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രം എടുത്തവരാ. ഈ ബെഞ്ചമിൻ കൽപ്പറ്റയില്, ഗമായേല് കാട്ടാക്കടയില്, കോശി അബ്രഹാം പാലയില്, അരവിന്ദാക്ഷ മേനോൻ പുതുപ്പള്ളിയില് ഒക്കെ ഒന്നുകിൽ ഹിന്ദു പേരും വെച്ചുകൊണ്ട് അടക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ദൈവങ്ങളെ മുഴുവൻ അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്കും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും ഇത്ര കുഴപ്പമുണ്ടായിട്ടാണല്ലോ ഇവരെയൊക്കെ മതം മാറ്റാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എന്തിനാ പിന്നെയും വീണ്ടും ഹിന്ദുവിന്റെ പ്രജാപതി സങ്കല്പം, യാഗം, ഇതെല്ലാം എടുക്കുന്നത് എന്തിനാ? ഇപ്പൊ വേറെ ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ ലക്ഷാർച്ചന. ഈ ഹിന്ദു ധർമ്മത്തിന് ഇത്ര കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് മതം മാറ്റുന്നത്? ഈ അമ്പലത്തിലുള്ള പവിത്രമായി സ്ഥാപിക്കേണ്ടത് കൊടിമരം, അതിനെ നീചമായിട്ട് ആ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ കുരിശു വെക്കാം. ദൈവപുത്രനെ ആണിയടിച്ചു കൊന്ന സാധനം
ഹിന്ദുക്കളുടെ നല്ല കൊടിമരത്തിന്റെ മുകളിൽ വെക്കാം, ഹിന്ദുക്കളുടെ കൽവിളക്കിന്റെ മുകളിൽ വെക്കാം, ഹിന്ദുക്കളുടെ പിച്ചള വിളക്കിന്റെ മുകളിൽ കുരിശു വെക്കാം. എന്താ ചെയ്തത്? ഭാരതവൽക്കരണത്തിന്റെ പേരില്, ഹിന്ദുക്കളുടെ നന്മകൾ എടുക്കുകയാണെന്നുള്ള പേരില് ഹിന്ദുക്കളുടെ നന്മകളെ എടുത്ത് അതിൻ്റെ മുകളിൽ കുരിശു വെച്ച് അതിനെ ക്രൈസ്തവവൽക്കരിക്കാം. ഇതാണോ നന്മ? ഏത് തിയറി പ്രകാരമാണ് ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ കൊടിമരം വെക്കുന്നത്? ഹിന്ദുക്കളുടെ കണ്ണില് പൊടിയിടാനായിട്ട്. നിങ്ങൾ ഭാരതവൽക്കരണത്തിൽ അതേ ഹിന്ദുവിനെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. കളിമൺ പ്രതിമകൾ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുക, അപ്പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രതിമ ഉണ്ടാക്കാം. പ്രതിമയെ ആരാധിക്കരുതെന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട്. അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവിടെ ഉള്ളവരെ കൊല്ലണം, അവരെ കൊല്ലാൻ നിങ്ങളുടെ കൈ ആദ്യം ഉയരണം, അവരെ സംരക്ഷിക്കുന്നവരെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കർത്താവിൻ്റെ ആൾക്കാരാ ഈ വഴി മുഴുവനും സെന്റ് ജോസഫ്, സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് പീറ്റർ, സെന്റ് ജോർജ്, ഇവരുടെ എല്ലാവരുടെയും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ബിംബം വെക്കാം. ബിംബാരാധന എതിർക്കുന്നവർ തന്നെ അത് ചെയ്യാം. അത് തന്നെയാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള കുരിശ് വെക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുതുപ്പള്ളിയിൽ വൈകുന്നേരം കാണാം, അവിടെ തുലാഭാരം വൈകുന്നേരം. ഹിന്ദുക്കൾ ചെയ്യുന്നതിന് എതിരെ ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അവിടെ ഒരിക്കൽ ഏതോ ചേംബർലൈൻ പോപ്പിന്റെ ആളവിടെ വന്നപ്പോഴത്തേക്കും ഞായറാഴ്ച വൈകുന്നേരം തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. ഈ ചേംബർലൈന് നല്ല ഭാരം ഉണ്ടായിരുന്നു. വാങ്ങിച്ച തുലാഭാരത്തിന് വേണ്ടി വാങ്ങിച്ച പഞ്ചസാര മതിയായില്ല. അപ്പൊ എന്താ ചെയ്തത്? മറ്റേ അച്ഛൻ ഈ തുലാഭാരത്തിന്റെ മറ്റേ തട്ടിൽ കയറി നിന്നു, ത്രാസിന്റെ മറ്റേ തട്ടിൽ കയറി നിന്നു. ഇങ്ങനെയൊക്കെയാ തുലാഭാരം നടത്തുക. എന്നിട്ട് വിഷുക്കണി വെക്കുക, എന്നിട്ട് അതിൽ കുരിശ് വെക്കുക. അതേപോലെ വിജയദശമി ദിവസം എഴുത്തിനിരുത്തുക, അതില് അള്ളാഹുന്ന് മുസ്ലിങ്ങൾ എഴുതുന്ന മാതിരി ഇവിടെ കുരിശ് വരപ്പിക്കാം. ശരിക്കും ഭാരതീയ സംസ്കാരത്തെ നീചവും നിന്ദ്യവുമായ രീതിയിൽ അവഹേളിക്കുക ചെയ്യുന്നത്. ഹിന്ദുവിന് ക്ഷമിക്കാനും പൊറുക്കാനും അറിയാവുന്നത് കൊണ്ട് പ്രതികരണം ഉണ്ടാവണില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ എന്തെങ്കിലുമായി ഇതേപോലെ ചെയ്തിരുന്നെങ്കിൽ ചെയ്ത അച്ഛൻ്റെയും ബിഷപ്പിന്റെയും കഴുത്തിന്റെ മുകളിൽ പലപ്പോഴും തല കാണാത്ത വിധത്തിലാണ്. ഡെൻമാർക്കിലൊക്കെ മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചതിന് കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഹിന്ദുക്കൾ ക്ഷമിക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളുടേതായിട്ടുള്ളത് എടുത്തിട്ട് വളരെ വികൃതമായിട്ട് അതിനെ, ഇപ്പൊ ഏതാണ്ട് ഹിന്ദുക്കളുടെ തന്നെയല്ല, മലയാറ്റൂർ പള്ളിയിലേക്ക് ഇരുമുടി കെട്ടിക്കൊണ്ടാ പോകുന്നത്. ഹിന്ദു ധർമ്മത്തിന് ഇത്രയധികം പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനീ പാവങ്ങളെ അങ്ങോട്ട് മതം മാറ്റിയിട്ട് പിന്നെ ഇത് തന്നെ ആചരിപ്പിക്കുന്നത്? പിന്നെ ഇപ്പൊ അമ്പലങ്ങളില് അല്ല പള്ളികളില് ആനയെടുപ്പായി. കൊരട്ടിമുത്തിയുടെ പള്ളിയുടെ അവിടെ കൂടെ ഒരിക്കൽ പോയപ്പോ കണ്ടത് കൊരട്ടിമുത്തിയുടെ പറയെടുപ്പ. ആനയുടെ മുകളിൽ കൊരട്ടിമുത്തിയുടെ ചിത്രം വെച്ച് വീടാന്തരം കയറി പറയെടുക്കാം. ഓണക്കളം, കന്യാസ്ത്രീകള് ഓണപ്പൂവിടുക, ഇനി നടുക്ക് കുരിശി തന്നെയാ. അതാണ് അതിന്റെ പ്രത്യേകതയും. ഇവിടെ നിന്ന് കുറെ എടുത്ത് ബാക്കിയുള്ളത് കുരിശ് ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നത്. യേശു ഭാഗവതം വായിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്യുന്നു. പരിണത ഫലം എന്താണെന്നറിയോ? ഹിന്ദു ധർമ്മത്തിനെ ഇല്ലാതെയാക്കി 2020 ആവുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ബൈബിള് വായിപ്പിക്കണമെന്നൊരു പ്രതിജ്ഞയുണ്ട്. 1949 ബിഷപ്പ് വന്നപ്പോൾ ബിഷപ്പ് പറഞ്ഞത്, ആസ് ലോങ് ആസ് യു ആർ ദ മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് ദ മൈനോറിറ്റി ഫോർ റൂളിംഗ് ദ മെജോറിറ്റി. When you become the majority, use the power of the majority to rule the then minority എന്നാ പറഞ്ഞത്. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കാം. നിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളെ ഭരിക്കാം. അതേപോലെ 2000 ദീപാവലി ദിവസം തൽക്കത്തോറ സ്റ്റേഡിയത്തില് 4000 ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്ത് പോപ്പ് പറഞ്ഞ വരി, ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്പും ഇംഗ്ലണ്ടും മതപരിവർത്തനം നടത്തി, രണ്ടാമത്തെ സഹസ്രാബ്ദം ആഫ്രിക്കയും അമേരിക്കയും മതപരിവർത്തനം നടത്തി, മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും മതം മാറ്റാനുള്ള പ്രതിജ്ഞയോടുകൂടിയാണ്. 2020 ഇന്ത്യക്കാരെ മൊത്തം ക്രിസ്ത്യാനികളാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ബൈബിൾ വായിപ്പിച്ച് ലോകത്തിലേക്ക് ആവശ്യമായ മിഷണറിമാരെ കേരളത്തിൽ നിന്നുണ്ടാക്കി. ഇറ്റലി ഭരിക്കാൻ പോലും ക്രിസ്ത്യാനികൾ ഇപ്പൊ ഇല്ല, ഒക്കെ കേരളത്തിൽ നിന്ന് പോകുന്നവരാ. നല്ല പൈസ കിട്ടും, നല്ലോണം ഭക്ഷണം കിട്ടും, ഇറ്റലിയിൽ ആ ജോലി എന്ന് പറയുകയും ചെയ്യാം.
പോപ്പിന്റെ അടുത്താ താമസിക്കുന്നതെന്നും പറയാം, പോപ്പിന്റെ തൊട്ടടുത്ത മുറിയിലാണ് കിടക്കുന്നതെന്ന് പറയാം. ഈ കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയിലെയും ചെങ്ങന്നൂരിലെയും അതേപോലെ തന്നെ മാവേലിക്കര, അടൂര്, പത്തനാപുരം, പത്തനംതിട്ട ഇവിടെയുള്ള ക്രിസ്ത്യാനികളാ ഭാരതം മുഴുവനും അടിമുടി മതപരിവർത്തനം നടത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ പേരില്, ഇല്ലാത്ത ദൈവപുത്രന്റെ പേരില്, മരിക്കാത്ത ദൈവപുത്രന്റെ പേരില്, സ്വർഗത്തിലേക്ക് പോവാത്ത ദൈവപുത്രന്റെ പേരില്, മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറയാതെ നെഞ്ചത്തടിച്ച ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പേരില് ഹിന്ദുക്കളെ മുഴുവനും മതം മാറ്റി ലോകത്തിൽ ക്രിസ്തുമതം നിലനിർത്താൻ എൻ്റെ ക്രിസ്ത്യാനികളെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു സംസ്കാരം BC 8275 ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരമുള്ളത്. അവിടെ മുതൽക്ക് AD 2012 വരെയുള്ള 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തില് ഗംഗാനദിയിൽ കുളിച്ചാൽ 150 ദൃഹം പ്രായശ്ചിത്തം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഔറംഗസീബിന്റെ കാലത്ത്. അന്ന് പോലും തളരാത്ത ഹിന്ദുമതത്തെ തളരാൻ അനുവദിക്കില്ല. അത് വളരും, അത് ഉയരും, ലോകമെമ്പാടും അത് പടരാതിരിക്കില്ല. നിങ്ങളോട് അഭ്യർത്ഥന, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവൻ സന്മനസ്സോടുകൂടി വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. മറിച്ച് ഈ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കൊലവിളിച്ചും നിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റല്ലേ. ഒരിക്കൽ ഹിന്ദു തിരിച്ചടിച്ചാൽ അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ആവശ്യമില്ലാത്തത് ചെയ്യരുത്. ഗോപാലകൃഷ്ണൻ വേദനയോടുകൂടി പറയാം, നിരന്തരം ഭാരതത്തിൽ ഓരോ സ്ഥലത്തും ഭാരതത്തിന് പുറത്തും പോവാൻ സാധിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും കാശ് നൽകിയും നിങ്ങൾ 40 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികള് ഓരോ ഹിന്ദുവിനെയും മതം മാറ്റുകയും 2.5 ലക്ഷത്തോളം വരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇതിന് നേതൃത്വം നൽകുകയും 69,000 കോടി രൂപ ഇവിടേക്ക് ഒഴുകുന്നത് പള്ളി ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ഒന്നുമല്ല, മതം മാറ്റാനാണ് അവസാനത്തിൽ ചെന്നെത്തുന്നത് എന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ, ഭാരതത്തിലെ ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ലെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടുത്തെ എല്ലാ ബിഷപ്പുമാർക്കും മെത്രാന്മാർക്കും അതേപോലെ ഭാരത മാതാവിനും ഭാരതീയ പൈതൃകമുണ്ടാക്കിയ ഋഷിവൈദ്യന്മാർക്കും എൻ്റെ പ്രണാമം. നന്മയിലൂടെ സഞ്ചരിക്കാം. ഭീഷണിപ്പെടുത്തിയും ചതിച്ചും വഞ്ചിച്ചും ഒരു മതത്തിനെയും മനുഷ്യ മനസ്സുകളിൽ നിലനിർത്താൻ സാധിക്കില്ലെന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രണാമം, നമസ്കാരം.